യുനെസ്കോയുടെ കീഴിലുള്ള വുമൻസ് ഫോർ എത്തിക്കൽ AI സൗത്ത് ഏഷ്യൻ ചാപ്റ്റർ ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചു. അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ നടന്ന പരിപാടിയിലായിരുന്നു ഔദ്യോഗിക പ്രഖ്യാപനം. അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി കാമ്പസിൽ നടത്തിയ ചടങ്ങിൽ യുനെസ്കോ പ്രതിനിധി അംഗമായ ഗബ്രിയേൽ റാമോസ്, യുനെസ്കോ സൗത്ത് ഏഷ്യ റീജിയൻ SHS സെക്ഷൻ ചീഫ് പ്രൊഫസർ യുൻ സോങ് കിങ്, ഡോക്ടർ രമാദേവി ലങ്ക ഉൾപ്പെടെയുള്ളവർ ചേർന്നായിരുന്നു ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. സ്കൂൾ ഓഫ് സോഷ്യൽ ആൻഡ് ബിഹേവിയറൽ സയൻസസ്, യുനെസ്കോ ചെയർ ഫോർ ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് വുമൻസ് എംപവർമെന്റുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന ജെൻഡർ ആൻഡ് ടെക്നോളജി കോൺഫറൻസിന്റെ സമാപന ചടങ്ങിലാണ് സൗത്ത് ഏഷ്യൻ ചാപ്റ്ററിന്റെ പ്രവർത്തനം പ്രഖ്യാപിച്ചത്. യുനെസ്കോ ചെയർ ഫോർ ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് വുമൻസ് എംപവർമെന്റ് പദവി വഹിക്കുന്ന അമൃത വിശ്വവിദ്യാപീഠത്തിന്റെ നേതൃത്വത്തിലായിരിക്കും W4EAI സൗത്ത് ഏഷ്യൻ ചാപ്റ്ററിന്റെ പ്രവർത്തനം. ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളിൽ സ്ത്രീകളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി ദക്ഷിണേഷ്യയിലെ വ്യവസായ, ഗവൺമെന്റ്, സിവിൽ സൊസൈറ്റി എന്നിവിടങ്ങളിലെ വനിതകളെ സഹകരിപ്പിച്ചുകൊണ്ട് ആരംഭിക്കുന്ന പുതിയ ചാപ്റ്ററിന് AI രംഗത്തെ വികസനത്തിനായി കാര്യമായ സംഭാവനകൾ നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. 4 ദിവസമായി നടന്ന അന്താരാഷ്ട്ര കോൺഫറൻസിന്റെ സമാപന ചടങ്ങിൽ ഡോക്ടർ ജസ്റ്റിൻ പോൾ വിശിഷ്ടാതിഥിയായിരുന്നു. അമൃത വിശ്വവിദ്യാപീഠം പ്രസിഡന്റ് സ്വാമി അമൃത സ്വരൂപാനന്ദപുരി, സർവകലാശാല പ്രൊവോസ്റ്റ് ഡോക്ടർ മനീഷ വി രമേശ്, സ്കൂൾ ഓഫ് സോഷ്യൽ ആൻഡ് ബിഹേവിയറൽ സയൻസസ് ഡീൻ ഡോക്ടർ ഭവാനി റാവു, സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് PG പ്രോഗ്രാംസ് ഡീൻ ഡോക്ടർ കൃഷ്ണശ്രീ അച്യുതൻ, ഗായത്രി മണിക്കുട്ടി, ഡോക്ടർ ഉണ്ണികൃഷ്ണൻ രാധാകൃഷ്ണൻ, IEEE കേരള ചാപ്റ്റർ ചെയർ ഡോക്ടർ BS മനോജ്, റേച്ചൽ അഖോനെ എന്നിവർ പങ്കെടുത്തു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് സൊസൈറ്റി ഓൺ സോഷ്യൽ ഇംപ്ലിക്കേഷൻസ്, SSIT കേരള ചാപ്റ്റർ എന്നിവരാണ് രാജ്യാന്തര കോൺഫറൻസിന്റെ മറ്റ് പ്രധാന സ്പോൺസർമാർ. വിവിധ സെഷനുകളിലായി 50ഓളം വിദഗ്ധരാണ് പങ്കെടുത്തത്. പ്രഭാഷണ പരമ്പരകൾ, മെഗാ ഹാക്കത്തോൺ, ക്ലാസുകൾ, പ്രദർശനങ്ങൾ തുടങ്ങി വൈവിധ്യമായ പരിപാടികളാണ് രാജ്യാന്തര കോൺഫറൻസിന്റെ ഭാഗമായി ഒരുക്കിയത്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.